ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജിതിൻ എഴുതിയിരിക്കുന്ന ഒരു മെയിലിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ജിതിൻ. പേര് സാങ്കല്പികമാണ്. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിഗ്രി സെക്കൻഡ് ഇയർ. എൻ്റെ അച്ഛൻ വിദേശ രാജ്യത്താണ് ജോലി ചെയ്യുന്നത്. 6 മാസം 1 വർഷം കൂടിയിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വരും. പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് അമ്മയാണ്. അപ്പോൾ ഭർത്താവ് ഗൾഫിലാകുമ്പോൾ ഭാര്യയല്ലേ എല്ലാം നോക്കി നടത്തേണ്ടത് എന്ന് ചോദിക്കും. പക്ഷേ ഇതങ്ങനൊന്നുമല്ല. അച്ഛൻ ഏകദേശം അടിമയെ പോലെ തന്നെയാണ്. എൻ്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഒരു രാജ്ഞിയെ പോലെ നോക്കി നടത്തുന്നത് അമ്മയാണ്. ഇടയ്ക്ക് അമ്മയ്ക്ക് കലയിളകും. ആ സമയത്ത് ആരാണെന്ന് നോക്കില്ല, എന്ത് വേണമെങ്കിലും പറയും. അച്ഛനെ വേണമെങ്കിലും പറയും, എൻ്റെ അച്ഛൻ്റെ അമ്മയെ വേണമെങ്കിലും വഴക്ക് പറയും. ഇങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമാണ്. വീട്ടിൽ എല്ലാവർക്കും അമ്മയെ പേടിയാണ്. 10ാം ക്ലാസ് വരെ എനിക്കും നല്ല പേടിയുണ്ടായിരുന്നു. +2 ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയുടെ ഈ സ്വഭാവം ഒട്ടും ശരിയല്ല. എൻ്റെ അച്ഛമ്മ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. എൻ്റെ കൊച്ചച്ഛൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുമ്പോഴേക്കും പുള്ളിക്കാർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് വഴക്കിലേക്ക് കലാശിക്കൂ. വഴക്കുണ്ടാക്കാതെ പോകാൻ 2 പേർക്കും മടിയാണ്. ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയോട് ചോദിച്ചടി, നിനക്ക് 2 പിള്ളേരെങ്കിലും വേണമായിരുന്നു, ഒറ്റ കുട്ടിയായിപ്പോയത് വളരെ മോശമായി പോയെന്ന്. അപ്പോൾ അമ്മ പറയുകയാണ്, എൻ്റെ സൗന്ദര്യം പോകും, എനിക്ക് ഒറ്റ കുട്ടി തന്നെ ധാരാളം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ വല്ലായ്മ തോന്നി. സുന്ദരിയാകാൻ വേണ്ടിയിട്ട് 2ാമതൊരു കുട്ടി വേണ്ട. എങ്കിൽ പിന്നെ കുട്ടികൾ എന്തിനാമ്മേ, സുന്ദരിയായിട്ട് അങ്ങ് ജീവിച്ചു പോയാൽ പോരെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അമ്മ എന്നെയും വഴക്ക് പറയുകയൊക്കെ ചെയ്തു. അമ്മയുടെ ഈ ഭരണം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, നീ ഇപ്പം കുറച്ചുകൂടി മുതിർന്നു, ഇനി അവരെ അങ്ങനെ അനുസരിക്കേണ്ട കാര്യമില്ല, തിരിച്ച് എതിർത്ത് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അമ്മ പറഞ്ഞതിന് മറുപടികൾ ഓരോന്നായി ഞാൻ കൊടുത്തു തുടങ്ങിയത്. അവസാനം ഞങ്ങൾ തമ്മിൽ വഴക്കായി. ഞാൻ ശരിക്കും തിരിച്ച് മറുപടി പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾ 2 പേരും 2 ധ്രുവങ്ങളിലായി. എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല. കാര്യം എൻ്റെ അക്കൗണ്ടിലേക്ക് അച്ഛൻ പൈസയൊക്കെ അയച്ചു തരും. അതുകൊണ്ട് അമ്മ ഇനിയിപ്പോൾ തന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അമ്മേ, നീ പേടിക്കണം, സൂക്ഷിക്കണം, അനുസരിക്കണം എന്നൊക്കെ അച്ഛൻ പറയും. ഞാൻ പറയും, അച്ഛനങ്ങ് പേടിച്ചനുസരിച്ചാൽ മതി, എനിക്ക് പറ്റില്ലെന്ന്. ചില സമയത്ത് അച്ഛമ്മയും ഞാനും കൂടെ ഒന്ന് ചേരും. ഞങ്ങൾ 2 പേരും കൂടെ നിൽക്കുമ്പോൾ ചില സമയത്ത് അമ്മയൊന്ന് അടിപതറാറുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോം ആൻഡ് ജെറി പോലെയാണ് ഈ വീട്ടിലെ സിറ്റുവേഷൻസ്. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം രാത്രി അപ്രതീക്ഷിതമായി ഞാൻ താമസിച്ചു വന്നു. മാഡം, സാധാരണ ഞാനങ്ങനെ താമസിക്കുന്നതല്ല. മാക്സിമം 9:30 ആകുമ്പോഴേക്കും വീട്ടിൽ കയറും. അന്ന് ഒരു 10:30 വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എവിടെ പോയിരിക്കുകയായിരുന്നു എന്നൊക്കെ ചോദിച്ച് എന്നോട് വഴക്കുണ്ടാക്കി. ഞാൻ പറഞ്ഞു, ഞാൻ ജോബിയുടെ വീട്ടിലായിരുന്നു. കൂടുതലൊന്നും പറയാതെ ഞാൻ ആഹാരം കഴിച്ച് എൻ്റെ ബെഡ്റൂമിൽ പോയി കിടന്നു. പക്ഷേ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങുന്നൊരു ടൈപ്പാണ് ഞാൻ. പെട്ടെന്ന്, അതും സെക്കൻഡുകൾക്കുള്ളിൽ ഉറങ്ങിപ്പോകും, ഡീപ്പ് സ്ലീപ്പ്. പിന്നെ ആരെങ്കിലും വന്ന് വിളിച്ചാലോ, അലാറം വിളിച്ചെങ്കിൽ മാത്രമേ ഞാൻ എഴുന്നേൽക്കുകയുള്ളൂ. പക്ഷേ അന്നെന്താണെന്ന് അറിയില്ല, അമ്മ എടുത്തു വെച്ച ഭക്ഷണത്തിന് മുമ്പ് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. അമ്മയെ വെറുപ്പിക്കണ്ടെന്ന് കരുതിയാണ് ഇവിടുന്ന് കഴിച്ചത്. വയറ്റിനകത്ത് വല്ലാത്ത ഉരുണ്ടുകയറ്റം, എന്താണെന്ന് ഒരു പിടിയുമില്ല. ഞാൻ പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോയി. പക്ഷേ ഛർദ്ദിക്കുകയാണ് ചെയ്തത്. വയറ് നല്ല വേദനയുമുണ്ട്. ഞാൻ ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചു. വല്ല ഗുളികയോ മരുന്നോ വല്ലതും ഉണ്ടോ നോക്കി. പക്ഷെ ഒന്നും കണ്ടില്ല. അമ്മയുടെ കയ്യിൽ കാണും, എന്നാലും ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു. കുറേ സമയം കഴിഞ്ഞിട്ടും എനിക്കെന്തോ ഒരു വല്ലായ്മ പോലെ, ഛർദ്ദിക്കാൻ വരുന്ന പോലെ. എന്തായാലും ഇനിയിപ്പോൾ അമ്മയെ ബുദ്ധിമുട്ടിക്കാം. ആ സമയത്ത് ഒരു 12:30 മാഡം. ഞാൻ പതുക്കെ മുകളിൽ നിന്നിറങ്ങി അമ്മയുടെ റൂമിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അകത്ത് ആരോ ഉള്ളതുപോലെ ഒരു ഫീലിംഗ്. എന്തോ ഒരു കിതപ്പിൻ്റെ ശബ്ദമോ ശ്വാസം മുട്ടുന്ന പോലുള്ളൊരു ശബ്ദമോ എനിക്ക് കേൾക്കാൻ പറ്റി. ഞാൻ ഓർത്തു, അമ്മയ്ക്കിനി വല്ല ശ്വാസം മുട്ടൽ വല്ലതാണോ, ചുമയോ മറ്റോ ഇളകിയതാണോ എന്ന് ഞാൻ ഓർത്തു. അപ്പോഴേക്കും അമ്മ പറയുന്ന ഒരു വാചകം ഞാൻ കേട്ടു, പോരാ, ഇനിയും വേണം, ഇനിയും വേണമെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മയ്ക്ക് ശ്വാസം മുട്ടലുമില്ല, ചുമയുമില്ല, വേറെന്തോ ആണ് ഇവിടെ നടക്കുന്നത്. അതിനകത്ത് ആരാണ് എനിക്ക് അറിയാൻ ആകാംക്ഷയായി. ഞാൻ പല രീതിയിൽ നോക്കി, പക്ഷേ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആരോ അകത്തുണ്ടെന്ന് ഉറപ്പാണ്. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ മുറിയിൽ തട്ടി വിളിച്ചു. അമ്മ ഇത്തിരി ഏറെ നേരം കഴിഞ്ഞിട്ടാണ് വന്ന് തുറന്നത്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന പോലെ. ഞാൻ ചോദിച്ചു, അമ്മ അകത്തെന്തോ ശബ്ദം കേട്ടേ, എന്ത് ശബ്ദം നീ കേട്ടു? ഞാൻ പറഞ്ഞു, ആരോ അതിനകത്ത് സംസാരിക്കുന്ന പോലെ ഞാൻ കേട്ടെന്ന്. അമ്മ പറഞ്ഞു, ഓ, അത് ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഒരു മൂവി കാണുകയായിരുന്നെന്നും. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അമ്മ എന്താ ഇത്രയും താമസിച്ചത് കഥക് തുറക്കാനെന്ന്?
അത് നീ വിളിക്കുന്നത് ഞാൻ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തോ കുഴപ്പമുണ്ട്. ഞാൻ മുറിക്കകത്ത് കയറാൻ ശ്രമിച്ചു. എൻ്റെ മുറിക്കകത്ത് കയറാൻ പറ്റില്ല. നീ ഇറങ്ങിപ്പോ, എന്തിനാ നീ വന്നതെന്ന് ചോദിച്ചു. ഞാൻ ഛർദ്ദിച്ചു. ഛർദ്ദിനുള്ള ഗുളികയുണ്ടോ നോക്കാൻ വന്നാണെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ, നീ നിൻ്റെ റൂമിൽ പോയിക്കോ, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന്. ഞാൻ ചോദിച്ചു എൻ്റെ റൂമിനകത്ത് ഞാൻ കയറിയ കുഴപ്പമെന്ന്. എൻ്റെ റൂമിനകത്ത് നീ കയറണ്ട, എനിക്കിഷ്ടമില്ലെന്ന് പറഞ്ഞു. അതിന് ഇന്ന് രാവിലെ കയറിയപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ലായിരുന്നല്ലോ. അത് രാവിലെ അല്ലേ, ഇപ്പം എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അമ്മയെ തട്ടി മാറ്റി ഞാൻ അകത്ത് കയറി. അമ്മ വന്ന് എൻ്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ചു. എങ്കിലും ഞാൻ നിന്നില്ല. ബലം പ്രയോഗിച്ച് അകത്ത് നോക്കി. കട്ടിലിനടിയിൽ ആരുമില്ല. അടുത്തത് ബാത്റൂമിലൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. ഞാൻ ബഹളമുണ്ടാക്കി. അവസാനം അത് തുറന്ന് ഒരാൾ വന്നു. മാഡം, അയാളെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. 30-35 വയസ്സുള്ള ഒരാളാണ്. എനിക്ക് അയാളെ ഒരു പരിചയവുമില്ല. ആകെ കൂടി ഞാൻ ബഹളമുണ്ടാക്കി. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, മോനെ പ്രശ്നമുണ്ടാക്കരുത്, പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഞാൻ പോയിക്കോളാമെന്ന്. അമ്മ അപ്പോഴേക്കും അയാളുടെ മുന്നിൽ കയറി നിന്ന് എന്നെ ഭരിക്കാൻ തുടങ്ങി. ഇറങ്ങിപ്പോടാ, ഇതെൻ്റെ വീടാണ്, എൻ്റെ ഭർത്താവ് സമ്പാദിച്ച വീട്, നിനക്കിതിൽ അവകാശമൊന്നുമില്ല. നിൻ്റെ മുറിയിൽ പോ, അല്ലെങ്കിൽ നീ ഹോസ്പിറ്റലിൽ പോ, ഇവിടെ പലതും നടക്കും, നീ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അമ്മ എന്നെ തള്ളിവിട്ടു. ഇത് ശരിയില്ലെന്ന് 100 വട്ടം ഞാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ശരിയാണോ തെറ്റാണോന്ന് ഞാൻ തീരുമാനിക്കാം, നീ നിൻ്റെ പാട് നോക്ക്, നീ പുറത്തു പോയി പറഞ്ഞാലും നിനക്ക് തന്നെ നാണക്കേട്, എനിക്കാരും പേടിയൊന്നുമില്ല എന്നൊക്കെ അമ്മ പറഞ്ഞു. അതിനിടയ്ക്ക് അങ്ങേരെ അമ്മ പുറത്ത് കൊണ്ടുപോയി വിടുകയും ചെയ്തു. ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വന്നാണെന്ന്. അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് നിൻ്റെ അമ്മ എന്നെ വിളിച്ചു വരുത്തിയാണെന്ന് പറഞ്ഞിട്ട് അയാൾ ബൈക്ക് എടുത്ത് രക്ഷപ്പെട്ടു പോയി മാഡം. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. സാധാരണ ചെറുപ്പക്കാരാണ് ഇത്തരം വിക്രകളൊക്കെ കാണിക്കുന്നത്. ഇവിടെ എനിക്ക് പോലും ചാറ്റ് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അമ്മ കാണിക്കുന്നത് എന്താണ്? അമ്മ ശരിക്കും ഒരു പെരുങ്കള്ളിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവർ ഒരു രീതിയിലും ആരോടും അടുക്കാത്തതിൻ്റെ യഥാർത്ഥ രഹസ്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. കിടന്ന വഴക്കുണ്ടാക്കി എല്ലാവരെയും ഭരിച്ച് പ്രശ്നമുണ്ടാക്കി വരച്ച വരയിൽ നിർത്തിക്കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടക്കും. ചുമ്മാതല്ല എൻ്റെ അച്ഛമ്മ പറഞ്ഞത്. അമ്മായിമ്മ മരുമകൾ വഴക്കാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അച്ഛമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നി. കാര്യം അച്ഛമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവൾ ശരിയല്ലെന്ന്. എനിക്ക് ശരിക്കും അതിലടിയായിരുന്നു. അമ്മ എനിക്ക് ഛർദിലിൻ്റെ ഗുളിക തന്നെന്ന് മാഡം ചോദിക്കും. ഇല്ല, ഒന്നും തന്നില്ല. പിന്നെ വെളുപ്പിനെ ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയായിരുന്നു. അമ്മ ഇങ്ങോട്ട് വന്നതേയില്ല. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു ഇത് ഞാൻ അച്ഛനോട് പറയുമെന്ന്. ഞാൻ വേണമെങ്കിൽ ഫോൺ ചെയ്തു തരാം, അങ്ങേരോട് പറ. അങ്ങേർക്കൊരു കഴിവില്ല, അങ്ങേര് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ സന്തോഷിക്കും. അങ്ങേർക്ക് പറ്റാത്തത് മറ്റൊരാൾക്ക് പറ്റിയല്ലോ എന്നോർത്ത് എന്ന് പറഞ്ഞ് അമ്മ അട്ടഹസിച്ച് ചിരിച്ചു. അമ്മയുടെ യഥാർത്ഥ സ്വഭാവം കണ്ട് ഞാൻ പിന്നെയും ഞെട്ടുകയായിരുന്നു. ഇതെന്താണ്? എന്തു പറഞ്ഞാലും ഒരു റിയാക്ഷനും ഇല്ലാത്ത സ്ത്രീയോ എന്നേതോ സിനിമയിൽ പറയുന്നത് പോലെ എനിക്ക് തോന്നി മാഡം. എന്ത് പറഞ്ഞാലും അമ്മ കുലുങ്ങില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എന്ത് പ്രയോജനം? എന്തായാലും എനിക്ക് വാശി കയറി. അച്ഛനെ ഞാൻ വിളിച്ചിട്ട് ഫേസ്ബുക്കിൽ നിന്ന് വന്ന അമ്മയുടെ ഫ്രണ്ടിൻ്റെ കാര്യം ഉൾപ്പെടെ ഇന്നലെ നടന്നതെല്ലാം വള്ളിപുളി തെറ്റാതെ ഞാൻ പറഞ്ഞു. അച്ഛൻ അതെല്ലാം കേട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ മാഡവും ഞെട്ടും. ഇത് നമ്മുടെ കുടുംബത്തിനുള്ളിൽ തന്നെ നിൽക്കട്ടെ, ആരോടും പറയരുത്. നിൻ്റെ അമ്മയാണ്, പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നാണക്കേടാണ് മോനെ. സംഭവിച്ചു. അത് നീ അങ്ങ് വെറുതെ വിട്ടേക്കുക. അതിൻ്റെ പുറകെ നടക്കരുത്. പുറകെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാകും. നീ അച്ഛമ്മയോട് ഒരിക്കലും പറയരുത്. അച്ഛമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവനും അറിയും, നിൻ്റെ കൊച്ചച്ഛനറിയും. ഇതൊക്കെ നമുക്ക് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങ് ക്ഷമിക്കൂ. അമ്മയ്ക്ക് ഒരബദ്ധം പറ്റിയതായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞ വാചകം കൂടി പറഞ്ഞു. അച്ഛനോട് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് ഒരു കഴിവില്ല, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല എന്നമ്മ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു അത് ഒരു കണക്കിന് നോക്കുമ്പോൾ ശരിയാണ്, എൻ്റെ ഭാഗത്ത് ഒത്തിരി മിസ്റ്റേക്കുണ്ട്. അതുകൊണ്ടാണല്ലോ അവളുടെ അടുത്തു നിന്ന് ഞാൻ മാറി നിൽക്കുന്നത്. മകനായ നിന്നോട് എനിക്കത് പറയാൻ പറ്റില്ല. അവിടെ കൂടെ നിന്നിട്ടും ശരിയായിരിക്കാം. അവളെ ശരിക്കും നോക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയും പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു അടങ്ങാത്ത ആളാണ് നിൻ്റെ അമ്മ. പിന്നെ ഇത് പുതുമയൊന്നുമല്ല. ഇന്നാണ് നീ ഫേസ്ബുക്കിലുള്ള ആളെ കണ്ടത്. ഞാനിതൊക്കെ ഒത്തിരി കണ്ടിരിക്കുന്നു. എനിക്ക് ഇതിനൊന്നും ചെയ്യാനില്ല. നമ്മുടെ കുടുംബം നമ്മൾ നിലനിർത്തണ്ടേ മോനെ. നിനക്കിത്രയും പ്രായവും പക്വതയൊക്കെ ആയില്ലേ. അതുകൊണ്ട് തൽക്കാലം എല്ലാം രഹസ്യമായി സൂക്ഷിക്കുക, മറക്കേണ്ടത് മറയ്ക്കുക എന്ന് പറഞ്ഞു. അച്ഛൻ്റെ മറുപടി കേട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ തളർന്നുപോയി. അദ്ദേഹം തളർന്നുപോയ മനുഷ്യനാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി.
2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അമ്മ പാഞ്ഞെത്തി. എടാ, നീ അച്ഛനോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ എന്നെ മൂക്കി വലിച്ചു കയറ്റാൻ എപ്പോൾ വരുമെന്നാ പറഞ്ഞത്? എടാ, നീ പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊരു കാര്യവുമില്ല. അങ്ങേരെ പണ്ടേ എൻ്റെ അടിമയാണ്. അടിമയാക്കിയതല്ല, അടിമയായതാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? കഴിവ് കേടുകൊണ്ട്. സ്വന്തം അച്ഛനെ മാതൃകയാക്കാതെ നല്ല ഉശിരുള്ള ആണായിട്ട് മോൻ ജീവിച്ചാൽ ഭാര്യയോ അല്ലെങ്കിൽ മറ്റു പെണ്ണുങ്ങളോ കൂടെ നിൽക്കും. അല്ലെങ്കിൽ നീ പോയി കഴിയുമ്പോഴേക്കും ഫേസ്ബുക്കിൽ നിന്നും അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലുമൊക്കെ ഇതുപോലെ ആളുകൾ വരും. ഇനിയിപ്പം ഞാൻ ഈ പരിസരത്തുള്ള ആരെയും ഒന്നിനും വിളിച്ചില്ല. ഞാൻ വിളിച്ചത് എന്നെ അറിയാത്ത, നമ്മുടെ കുടുംബക്കാരെ അറിയാത്ത, നാട്ടുകാരെ അറിയാത്ത ഏതോ അപരിചിതൻ. അവൻ വരട്ടെ പോകട്ടെ, അവനൊരു ഗുണം എനിക്കൊരു ഗുണം, പരോപകാരമേ പുണ്യം എന്ന് നീ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ് അമ്മ എൻ്റെ തലയിൽ ഒരു കിഴുക്ക് തന്നിട്ട് ഈസിയായിട്ട് അങ്ങ് പോയി. അത് കണ്ട് ഞാൻ പിന്നെയും ഞെട്ടി. കുറേ ദിവസം ഞെട്ടലോട് ഞെട്ടലായിരുന്നു. കാര്യം അമ്മയുടെ ക്യാരക്ടർ, യഥാർത്ഥ ക്യാരക്ടർ മനസ്സിലാക്കിയെടുക്കാൻ എനിക്കാദ്യം ദുരൂഹമായി തോന്നി. പിന്നെ എനിക്ക് മനസ്സിലായി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് അമ്മ. കാര്യം അവർക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല. മുന്നും പിന്നും ആരെയും പേടിയുമില്ല. ഞാൻ അച്ഛമ്മയോട് പറയും എന്ന് ഇടയ്ക്കൊന്ന് പറഞ്ഞപ്പോഴേക്ക് പറഞ്ഞു, ആ തള്ള ഉറ്റിയൊരുത്തിയാണ് ഇതിനെല്ലാം കാരണം. നിൻ്റെ അച്ഛൻ പെണ്ണ് കാണാൻ വന്നപ്പം എനിക്കത്ര ഇഷ്ടമൊന്നും ആയിരുന്നില്ല. എങ്കിലും ഞാൻ മടിച്ചു നിന്ന് കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ അച്ഛമ്മയാണോ എന്ന് പറഞ്ഞത്. മോളെ, എൻ്റെ മോൻ അവൻ പാവമാണ്, പിന്നെ നല്ല സ്മാർട്ടുമാണ്. നീ അവനെ കല്യാണം കഴിക്കണം. അവന് നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മോളുടെ സ്വാതന്ത്ര്യമല്ലേ, മോളെ ഞാൻ പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ കൂടെ നിർബന്ധിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചതാണ് എൻ്റെ വീട്ടുകാർ. നിനക്ക് വേണമെങ്കിൽ മതി പറഞ്ഞതാണ്. പക്ഷേ നിൻ്റെ അച്ഛമ്മയുടെ ഇത്തരം വാക്കുകൾ കേട്ടപ്പോഴാണ് ഞാൻ എല്ലാറ്റിനും സമ്മതിച്ചത്. നല്ലൊരാളെ കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ വന്നു. പക്ഷേ അങ്ങേർക്ക് ഒരു ഗുണവുമില്ലെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായി. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു. എങ്ങനെയോ ഒരു കുട്ടി ഉണ്ടായി. രണ്ടാമതൊരു കുട്ടി ഉണ്ടാകാത്തത് എൻ്റെ സൗന്ദര്യം നിലനിർത്താനാണെന്ന് ഞാൻ പറഞ്ഞത് എന്തിനാണ്? എൻ്റെ പ്രശ്നങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. നിൻ്റെ അച്ഛൻ പ്രശ്നങ്ങളൊക്കെ മറച്ചു പിടിച്ച് എന്നെയും അതിന് നിർബന്ധിച്ചു. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുക? ഞാൻ നിന്നോട് ഇത്രയും നാളും പറയാത്തൊരു കാര്യം പറയാം. എനിക്ക് താല്പര്യക്കൂടുതലുള്ളൊരു സ്ത്രീയാണ്. ഒരമ്മയും മകനോട് അതൊന്നും തുറന്നു പറയാൻ പാടില്ല. പക്ഷേ ഈ സിറ്റുവേഷനിൽ പറഞ്ഞേ മതിയാകൂ. വിവാഹത്തിന് മുമ്പ് എനിക്കൊത്തിരി താല്പര്യങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ തറവാട്ടിൽ പിറന്നു എന്നുള്ള രീതിയിൽ ജീവിച്ചതുകൊണ്ട് അതിനു മുമ്പ് എനിക്ക് ഇതുപോലെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഒന്നും തോണ്ടാൻ സമയം കിട്ടിയിട്ടില്ല. അടുത്തുള്ളവരെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഭൂമി നോക്കി നടന്നു. പക്ഷേ കെട്ടാൻ വരുന്ന ഭർത്താവ് എനിക്കെല്ലാമായിരുന്നു എന്ന് വിശ്വസിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കൊട്ടത്തേങ്ങ കിട്ടിയതുപോലെയായി എൻ്റെ കാര്യങ്ങൾ. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? നായ്ക്കുട്ടിയുടെ കയ്യിൽ പുതിയ തേങ്ങ കിട്ടിയിട്ട് എന്ത് കാര്യം? അതേപോലായിരുന്നു എൻ്റെ അവസ്ഥ. സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി. ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് എനിക്ക് ഗുണമുണ്ടായത്. നീ ഉണ്ടായി. അത് കഴിഞ്ഞതിൽ പിന്നെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. എന്നായിരുന്നു എൻ്റെ ദാമ്പത്യ ജീവിതം. നീ പറ. ഞാൻ സൗന്ദര്യമുള്ളവളല്ലേ? ചോരയും നീരുമുള്ളവളല്ലേ? എൻ്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കുവടാ? നിൻ്റെ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ പല എക്സ്ക്യൂസസും പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ഡോക്ടറെ കാണിച്ചു. എല്ലാം കൊണ്ടും ഒരു ഗുണവും ഉണ്ടായില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? തുറന്നു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ അച്ഛൻ തന്നെയാണ് പറഞ്ഞത്, ആരും അറിയരുത്, നിനക്കിഷ്ടമുള്ളത് എന്തുമാകാമെന്ന്. അതുകൊണ്ടാണ് അയാൾ എൻ്റെ അടിമയായി നിൽക്കുന്നത്. അല്ലാതെ എല്ലാവരെയും ഒന്നും അടിമയാക്കാൻ പുറപ്പെട്ട് നടക്കുന്ന ഒരാളല്ല ഞാൻ എന്ന് പറഞ്ഞ് അമ്മ പൊട്ടിക്കരഞ്ഞു. ഇത്രയും കാലങ്ങൾക്കുള്ളിൽ അമ്മ എങ്ങനെ കരയുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ അമ്മയെ സമാശ്വസിപ്പിച്ചു. പോട്ടെ മോനെ, എൻ്റെ കയ്യിലും തെറ്റുണ്ടെന്ന് എനിക്കറിയാം. നിന്നോട് ഞാൻ ഒത്തിരി ദേഷ്യപ്പെട്ടു, ഓരോന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് എന്തോ താല്പര്യക്കൂടുതലുള്ളത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് ഏതെങ്കിലും ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കഴിച്ച് താല്പര്യം അങ്ങ് കുറച്ചാലോ എന്ന്. അതിനുവേണ്ടി ഡോക്ടറോട് മരുന്ന് വരെ ചോദിക്കാൻ പോയവളാണ് ഞാൻ. ഡോക്ടർ എന്നെ പരിഹസിച്ചു. താല്പര്യം കുറയ്ക്കാൻ ഒരു മരുന്നുമില്ല, നിങ്ങൾ സ്വയം കൺട്രോൾ ചെയ്യണം, കൗൺസിലിങ്ങിന് പോകണമെന്ന്. ഞാനതിന് പോയില്ല. എനിക്ക് വയ്യ. എന്തിനാണ് ഞാൻ കൺട്രോൾ ചെയ്യേണ്ടത്? ആർക്ക് വേണ്ടി? നീ പറ മോനെ, പറ എന്ന് പറഞ്ഞിട്ട് അമ്മ എൻ്റെ ദേഹം പിടിച്ചുലച്ചു. എനിക്കതിന് മറുപടിയില്ലായിരുന്നു. എല്ലാം തുറന്നു പറഞ്ഞ അമ്മയോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. അമ്മയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നി. കഴിഞ്ഞ ദിവസം കണ്ട അമ്മ സങ്കല്പമല്ല, ഇന്ന്
ആകെ മാറി മറിഞ്ഞു. ആവശ്യങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്ന ഒരമ്മയെ ഉൾക്കാമ്പിൽ കണ്ട് ഞാൻ അമ്മയ്ക്ക് മാർക്കിട്ടു 100-ൽ 100. മാഡത്തിൻ്റെ ചാനലൊക്കെ ഞാൻ നേരത്തെ കേൾക്കുമായിരുന്നു. അപ്പോൾ ഈ സംഭവം നടന്നത് ഏകദേശം ഒരു 8 മാസത്തിന് മുമ്പാണ്. ഞാനിപ്പോൾ അമ്മയോട് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അമ്മ, ഒത്തിരി ആളുകളാവുമ്പോഴേക്കും നല്ല പ്രശ്നങ്ങളുണ്ടാകും, അല്ലെങ്കിൽ രോഗങ്ങൾ വരും. പല ആളുകളും അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരറിയും. പിന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് എന്തെങ്കിലും വീഡിയോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പടർത്തി വിട്ട് കഴിഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും എന്നൊക്കെ ഞാൻ ചോദിച്ചു. അമ്മ എന്നെ അത്ഭുതത്തോടുകൂടി നോക്കി. നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമോയെന്ന് ഞാൻ പറഞ്ഞു. സംസാരിക്കാൻ അറിയാം. ഞാനും ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഇങ്ങനെ ഫേസ്ബുക്ക് ചാറ്റ് മാത്രമല്ല, അല്ലാതെയുള്ള അറിവുകൾ ഞാൻ സെർച്ച് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അത് നീ എനിക്കിട്ട് ഒന്ന് കുത്തിയതാണല്ലോ എന്ന് പറഞ്ഞു. കുത്തിയതാണെങ്കിലും അല്ലെങ്കിലും അമ്മ കാണിക്കുന്നത് അതിര് വിട്ട കാര്യമാണ്. ശരി, അതിലൊരു കൺട്രോൾ വേണ്ടേ? അതിരില്ലാത്ത എണ്ണമാകുമ്പോൾ പ്രശ്നമാമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, അത് ശരിയാടാ, പക്ഷെ എന്ത് ചെയ്യാനാണ്? ഞാൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു വട്ടം ഒരാൾ, മറ്റൊരു വട്ടം മറ്റൊരാൾ എന്ന രീതിയാണ് ഇതുവരെയും അവലംബിച്ചത്. ഞാനത് കേട്ട് ഞെട്ടിപ്പോയി. ചുമ്മാ ഞാൻ ചോദിച്ചു, കയ്യിൽ എണ്ണ തേക്കാൻ പറ്റുമോ അമ്മയെന്ന്. അമ്മ എന്നോട് പറഞ്ഞു, കൈയും കാലിലെ വിരലുകളും ഒന്നും എണ്ണിയാൽ തീരില്ല മോനെ, അലക്കടൽ ആഴത്തിലാണ് ആ എണ്ണം എന്നമ്മ പറഞ്ഞു. എൻ്റെ അമ്മേ, സൈലൻ്റായിട്ട് ഈ വീട്ടിൽ നിന്നുകൊണ്ട് ജീവിച്ചുകൊണ്ട് അമ്മ ഈ കാണിച്ച കുരുത്തക്കേടുകൾക്കൊക്കെ എന്താ പറയുക? ഞാൻ ശരിക്കും അമ്മയുടെ മുമ്പിൽ അങ്ങ് നമിക്കുന്നു പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, എല്ലാവർക്കും പറ്റും, പരിസരം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിനക്കും പറ്റും. നീയും കള്ളത്തിനെ കാണിക്കുന്നുണ്ടാകും, എനിക്കറിയില്ലല്ലോ, നിനക്ക് പ്രായപൂർത്തിയായിട്ട് കുറേ നാളായില്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനങ്ങനൊന്നും കാണിക്കുന്നില്ല. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, ലോകത്തിലാരും വൃത്തികെട്ട ആളുകളായിട്ട് ജനിക്കുന്നില്ല, ലോകത്തിലാരും അത്ര നല്ല പിള്ളകളുമല്ല, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും എല്ലാവരുടെയുമായ രഹസ്യം ഉണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ രഹസ്യം മറന്നീക്കി വെളിയിൽ വന്നു, അത് നീ കണ്ടുപിടിച്ചു, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം സ്മൂത്തായിട്ട് പോകും. അമ്മേ, എന്നാലും ഇത് ഡേഞ്ചറസ് ആയിട്ടൊരു കാര്യമാണ്, ഇതമ്മയ്ക്ക് ചേരില്ല. അതുകൊണ്ട് എനിക്ക് പറയാനൊരു നിർദ്ദേശമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചോദിച്ചു, അതെന്ത് നിർദ്ദേശമാണ്? നിർത്താൻ പറയരുത്, അതെനിക്ക് പറ്റില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിർത്താൻ ഞാൻ അമ്മയോട് പറയുന്നില്ല. കാര്യം അമ്മ ഇത്രയധികം ഇൻറ്റൻസായിട്ട് ആലോചിക്കുന്നുണ്ട്, നിർത്തണ്ട. പക്ഷേ അമ്മ എണ്ണം കുറയ്ക്കണം. അമ്മയ്ക്ക് ഹൃദയത്തിനോട് അടുപ്പമുള്ള ഒരാൾ, ആ ആളുമായിട്ട് ഒരു ബന്ധം, അത് തുടരുക. അങ്ങനെയാകുമ്പോൾ അതിൽ റിസ്ക് ഇല്ല, അച്ഛന് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ ഇവിടെ കിടന്ന് അലച്ചിട്ട് എന്ത് കാര്യമാണ്? അത് ഞാനും കണ്ണടയ്ക്കാം. അതമ്മ വിദഗ്ധമായി മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. അല്ലാതെ ഇങ്ങനെ അപരിചിതർ അവരുടെ എണ്ണം കൂട്ടാൻ ഞാൻ സമ്മതിക്കില്ല. കാര്യം ആളുകൾ ശ്രദ്ധിക്കും, അയത്തുള്ളവർ ശ്രദ്ധിക്കും, അച്ഛമ്മ അറിയും, പിന്നെ കൊച്ചച്ഛനും അറിയും, വലിയ പ്രശ്നമാകും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പൊച്ചിച്ച് ചിരിച്ചു. അച്ഛമ്മ അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോകം മുഴുവൻ ഒരു പറയും, അതുറപ്പാണ്. എനിക്ക് പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ കൊച്ചച്ഛൻ, അവനെ എന്നെ എത്ര ഇഷ്ടമാണെന്ന് എനിക്കറിയാമോ? ഇടക്കാല ആശ്വാസം അനുവദിച്ചുകൊണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പിന്നെ അവൻ്റെ ഭാര്യയില്ല താടക, അവളെ ഒന്ന് പേടിക്കണം, പേടിയുണ്ടവന്. അതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ കൊച്ചച്ഛൻ ഈ വീട്ടിൽ താമസമാക്കിയേനെ. അപ്പോൾ നിനക്കൊക്കെയാണെങ്കിൽ ഞാൻ ഒരു ഡീൽ പറയാം. കൊച്ചച്ഛനാകട്ടെ ഇനി മുതൽ ഈ വീടിൻ്റെ ഗൃഹനാഥൻ. നീ ഒരിക്കലും അച്ഛമ്മയോട് പറയരുത്, പിന്നെ നിന്റെ കുഞ്ഞമ്മയോടും പറയരുത്. അതെല്ലാം നീയും കൂടി മാനേജ് ചെയ്യണം. കൊച്ചച്ഛൻ അടിക്കടി വന്നു പോയിക്കോട്ടെ. പകൽ സമയത്തൊക്കെ കൊച്ചച്ഛൻ ഇവിടെ വന്നാലും പ്രശ്നമില്ലല്ലോടാ. കാര്യങ്ങൾ എപ്പോഴെങ്കിലും നടന്നു പോയാൽ പോരെ. അവൻ്റെ ഭാര്യ ജോലിക്കങ്ങ് പോകുമല്ലോ, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛമ്മയെ നീയും വരുമ്പോൾ അങ്ങ് മാനേജ് ചെയ്താൽ മതി. ഇവിടെ എല്ലാം സ്മൂത്തായിട്ട് പോകും. വരുന്നത് നിന്റെ കൊച്ചച്ഛനാണ്, നിനക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അമ്മ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം കുട്ട എന്നമ്മ ഒരു ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് കാർഡ് ഓഫർ വെച്ചു മാഡം. അവസാനം ചിന്തിച്ചു നോക്കിയപ്പോൾ അതൊരു ബെറ്റർ വഴിയാണെന്ന് എനിക്ക് തോന്നി. ആ ഡീലിന് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. കൊച്ചച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും, മോനെ എല്ലാം സേഫ് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ കണ്ണടച്ച് എല്ലാത്തിനും അനുകൂലമായി നിൽക്കുന്നു. ഇപ്പോൾ ഇവിടെ നൃത്തങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പലപ്പോഴും അത്തരം കാര്യങ്ങൾ കൺമുന്നിൽ നടക്കുമ്പോൾ ഞാൻ ഓർക്കും, എത്ര വിചിത്രമായ ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. ആരെയും നമുക്ക് ഒരു രീതിയിലും കുറ്റം പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അല്ലേ മാഡം? അമ്മയുടെ ഭാഗത്ത് ന്യായമില്ലേ? എൻ്റെ ഭാഗത്ത് ന്യായമില്ലേ? ഞാൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം
ന്യായവും അന്യായവുമൊക്കെ ചിലപ്പോൾ ഞാൻ എൻ്റെ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ടായിരിക്കും പറയുക. എൻ്റെ ചിന്തകളാണല്ലോ. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞ ന്യായമെല്ലാം ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ അഭിപ്രായവുമില്ല. എന്തായാലും ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത്രയൊക്കെ ആലോചിച്ചും കണ്ടും ശരിയല്ല, തെറ്റ് തന്നെയാണ്. പക്ഷേ തെറ്റിലും ഇത്രയും ആലോചിച്ച് ഇങ്ങനെയൊക്കെ ഒരു സമവായം ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു വല്ലാത്ത മനസ്സെന്ന് പറയുമ്പോഴേക്കും ഒരു പ്രത്യേകതരം മനസ്സ് അത് നിനക്കും ഉണ്ടല്ലോ. അതോർക്കുമ്പം ഞാനും ഓർക്കും, ഓരോ മനുഷ്യരും ചെറിയ ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും അത് മാനേജ് ചെയ്യുന്നത് പല വിധത്തിലാണ്. ഇത് വേറെ രീതിയിലുള്ളൊരു മാനേജ്മെൻറ്റാണ്. അപ്പം അതിനെ എനിക്ക് ചെറിയ രീതിയിൽ അഭിനന്ദിക്കണമെന്നുണ്ട്. എങ്കിൽ കൂടിയും അത് കേൾക്കുന്നവരെന്ത് പറയും, ഈ സ്ത്രീ എന്തിനെ ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നടക്കുന്നതെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ സപ്പോർട്ട് ചെയ്തത് വേറൊരു തലത്തിലാണ്, കാര്യം കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡിൻ്റെ തലത്തിൽ എന്ന് വെച്ചിട്ട് ഈ നടക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ മുന്നിൽ ഇത് ശരിയല്ല. പക്ഷേ ഭാര്യയ്ക്കും ഭർത്താവിനും ആർക്കും പ്രശ്നമില്ല എന്നുള്ളത് കൊണ്ട് ആ വീട്ടിൽ നടക്കുമ്പോൾ അവിടെ എല്ലാം അനുകൂലമായ സിറ്റുവേഷനാണ് എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യം നോക്കുമ്പോഴേക്കും ഇവിടെ ഭാര്യയ്ക്കും ഭർത്താവിനും പ്രശ്നമില്ലെങ്കിലും അവിടെ കുഞ്ഞമ്മേത് അറിയുന്നത് പോലുമില്ല. അപ്പം ഒരു കണക്കിന് നോക്കുമ്പോഴേക്കും ഒരിടത്ത് ഒരു ദ്രോഹം നടക്കുമ്പോൾ ചിലർക്കത് ഉപകാരമായി മാറും. എങ്കിലും ഇതെല്ലാം നേരത്തെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അതേപോലെ കൊച്ചച്ഛനും നേരത്തെ ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് അവർ തമ്മിൽ ഒരു സമവായം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നതിനെ നമുക്ക് വിമർശിക്കാനും പറ്റില്ല, അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കാനും പറ്റില്ല എന്നുള്ള ഒരു ത്രിശങ്ക സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയാതെ കഥ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ നന്ദിയും ആശംസകളും അറിയിച്ചു കൊള്ളുന്നു. കൂടെ നിൽക്കുക, നമുക്ക് ഇനിയും കഥകളുമായി മുന്നോട്ട് പോകാം.